വേമ്പനാട്ട് കായൽ മാലിന്യമുക്തമാക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. വേമ്പനാട്ട് കായൽ മാലിന്യമുക്തമാക്കുകയാണ്, അതിനുള്ള പദ്ധതിക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ, അതിന്റെ നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായിട്ടും പ്രിയ, ആലപ്പുഴയിലെ വേമ്പനാട്ട് കായൽ നമുക്കറിയാം. ഇപ്പോൾ വിനോദസഞ്ചാരികൾ ഏറ്റവും ആകർഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് വേമ്പനാട്ട് കായൽ. മാത്രവുമല്ല, വേമ്പനാട്ട് കായൽ ഇപ്പോൾ അതിൻ്റെ വിസ്തൃതി കുറയുന്നു, അതിൽ വേസ്റ്റ് മാലിന്യം കൂടുന്നു. ഇത്തരത്തിലുള്ള പല പഠനങ്ങളും പുറത്തു വന്ന സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം ഇതിനായിട്ട് മുൻകൈ എടുത്തുകൊണ്ട് വേമ്പനാട്ട് കായൽ നവീകരിക്കുന്നതിന് വോളണ്ടിയർമാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പരിപാടിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മോടൊപ്പം ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ഡോക്ടർ പത്മകുമാർ സാറുണ്ട്. സാറ്, എങ്ങനെയാണ് നമുക്ക് ഈ വേമ്പനാട്ട് കായൽ നവീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? വേമ്പനാട്ട് കായലിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അനേകം പദ്ധതികൾ ജില്ലാ ഭരണം ആസൂത്രണം ചെയ്യുകയാണ്. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം. പ്ലാസ്റ്റിക് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയുന്നില്ലെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കത് റീയൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും കഴിയണം. വലിയൊരു ബോധവൽക്കരണ യജ്ഞം കൂടിയാണ്. ഇന്നൊരു മഹായജ്ഞം നടക്കുകയാണ്. എനിക്കൊന്ന് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര പൊതുജന പങ്കാളിത്തത്തോടെ ഇത്തരത്തിലുള്ളൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ മാലിന്യം അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇപ്പോൾ വേമ്പനാട്ട് കായൽ ഏതാണ്ട് 1000 ടണ്ണെങ്കിലും മാലിന്യം നമുക്ക് എടുക്കാൻ കഴിയുന്ന രീതിയിൽ വേമ്പനാട്ട് കായലിൻ്റെ അടിത്തട്ടിലുണ്ട്. അത് പല രീതിയിലായിട്ട് കാണും. പറയുന്നത് ഏതാണ്ട് 1 ലക്ഷത്തോളം 1 ലക്ഷം ട്രക്ക് ലോഡ് മെറ്റീരിയൽ നമ്മുടെ വാട്ടർ ബോഡീസിൽ 10-14 ജില്ലകളിലായിട്ട് കിടപ്പുണ്ടെന്നാണ്. അപ്പോൾ അത് മുഴുവൻ കളക്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ഇതൊരു ബോധവൽക്കരണം. ഒരു പരിധിവരെ വെള്ളപ്പൊക്കത്തെ അക്കം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമല്ലേ? കുട്ടനാട്ടിലുണ്ടാകുന്ന അടിക്കടി ഉണ്ടാകും. ഇത് മാറ്റുന്നത് നമ്മുടെ പരിസ്ഥിതി മെച്ചപ്പെടും. മാലിന്യങ്ങൾ അത് മത്സ്യങ്ങൾക്കുള്ളിൽ കടന്നുകൂടുകയാണ്. അത് നമ്മുടെ മനുഷ്യ ആരോഗ്യത്തെ ബാധിക്കുകയാണ്. ഇവൻ മുലപ്പാലിൽ പോലും പ്ലാസ്റ്റിക് വന്നുകൂടിയിട്ടുണ്ടെന്നുള്ള അറിവ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മഹായജ്ഞമാണ്. പ്ലാസ്റ്റിക് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ 60% മുതൽ 80% വന്നെത്തുന്നത് വെള്ളത്തിലാണ്. 30% മാത്രമേ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നുള്ളൂ. ബാക്കി മുഴുവൻ ജലാശയങ്ങളിലെത്തുകയാണ്. അപ്പോൾ അതിന് ആരംഭിച്ചിട്ടുള്ള ഒരു മഹായജ്ഞം ഇതിവിടെ മാത്രം അവസാനിക്കുന്നില്ല. അനേകം പദ്ധതികൾ വേമ്പനാടിൻ്റെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നുണ്ട്, ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യപടി എന്ന രീതിയിൽ ഇതൊരു മഹായജ്ഞം വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അത് തന്നെയാണ് പ്രിയ കാര്യം. വേമ്പനാട് കായലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഹൗസ് ബോട്ടുകൾ മാത്രമല്ല വളരെയധികം നമുക്ക് കുട്ടനാടിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. കിഴക്ക് നിന്നുള്ള വെള്ളം പൂർണ്ണമായിട്ടും ഇത് സംഭരിച്ച് നിർത്തുന്നത് വേമ്പനാട് കായലിലാണ്. അതിൻ്റെ അടിത്തട്ടിലാണ് ഇത്രത്തോളം വ്യാപകമായ രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിരിക്കുന്നതായിട്ടുള്ള പല ഗവേഷണങ്ങളും മറ്റും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരവധി വോളണ്ടിയർമാരെയും ഒക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ടും ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഏറ്റവുമായിട്ട് ഇപ്പോൾ ജില്ലാ ഭരണകൂടം രംഗത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ചെറുവള്ളങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ആദ്യപടിയായിട്ട് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ശേഷം കൂടുതൽ ഫലപ്രദമായ രീതിയിൽ വലിയ ഉപയോഗിച്ചുകൊണ്ട് വേമ്പനാട്ട് കായലിൽ നിന്നും പൂർണ്ണമായിട്ടും മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സഹായത്തോടെ ഇത്തരത്തിലൊരു വലിയ പദ്ധതിക്ക് ജില്ലാ ഭരണകൂടം തയ്യാറെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ 2 MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജില്ലാ കളക്ടറുണ്ട്, മറ്റ് മേഖലകളിലുള്ള സന്നദ്ധ സംഘടനാ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ യജ്ഞത്തിനുള്ള തുടക്കമാണ് അല്പസമയത്തിനകം ഇവിടെ ആരംഭിക്കുന്നത്. ഷാജഹാൻ, നേരത്തെ നമ്മളോട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മുലപ്പാലിൽ പോലും പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന തിരിച്ചറിവ് അല്ലെങ്കിൽ കണ്ടുപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. വേമ്പനാട്ട് കായൽ പോലെ കേരളത്തിലെ പല നദികളിലും ഒരുപാട് പ്രശ്നങ്ങൾ മാലിന്യം രൂക്ഷമാകുന്നതുകൊണ്ട്, നിക്ഷേപിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് നമുക്ക് കാണാം, അസുഖങ്ങൾ വർദ്ധിക്കുന്നതും കാണാം. അവിടെയാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു യജ്ഞത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് ഇപ്പോൾ അവരുടെ ഒരു അനുസരിച്ച് ഏകദേശം എത്ര നാളുകൾ അല്ലെങ്കിൽ എത്ര ദിവസങ്ങൾ വേണ്ടിവരും ഈ യജ്ഞം തുടരാനും അവസാനിപ്പിക്കാനും, അതിൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനും? എന്തായാലും ഒരു പ്രാഥമികമായ ഒരു കാലയളവിനെ കുറിച്ചുള്ളൊരു തീരുമാനവും ഒക്കെ കാണുമല്ലോ.
പ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ വേമ്പനാട് കായൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു കണക്കില്ലെങ്കിലും അതിൻ്റെ 24,000 ചതുരശ്ര കിലോമീറ്റർ എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ തന്നെ ഇത്രയും വലിയ ഒരു പ്രദേശത്തെ ഈ മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുക എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1.5 മീറ്ററിൽ മാലിന്യങ്ങൾ ഈ വേമ്പനാട് കായലിൻ്റെ അടിത്തട്ടിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സാധാരണ ഈ വള്ളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഇത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ കഴിയില്ല. അത്രത്തോളം വലിയ ഉപയോഗിച്ച് മാത്രമേ അതൊക്കെ തന്നെ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതൊക്കെ ഭാവിയിൽ വേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. എന്തായാലും പെട്ടെന്ന് ഇതിൻ്റെ ഒരു തുടക്കമാണ്. ഇതിൻ്റെ ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം. ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് ഇത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്നതിനുള്ളൊരു പദ്ധതിക്കാണ് ജില്ലാ ഭരണകൂടം രൂപം നൽകിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യ പടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പ്രിയ, ശരി, എന്തായാലും വേമ്പനാട് കായൽ മാലിന്യമുക്ത പദ്ധതിക്ക് തുടക്കമായിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ പടിയെന്നോണം യജ്ഞത്തിന് തുടക്കമാവുകയാണ്. വേമ്പനാട് കായൽ വൃത്തിയാക്കുക, അവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു യജ്ഞത്തിന് തുടക്കമാകുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. തയ്യാറെടുപ്പുകളൊക്കെ അവിടെ നടത്തി കഴിഞ്ഞിട്ടുമുണ്ട്. കൂടുതൽ ആളുകൾ അവിടെ എത്തിയിട്ടുമുണ്ട്. വിശദാംശങ്ങളാണ് ഷാജഹാൻ നൽകിയത്.